വാട്സ്ആപ്പ് യൂട്യൂബ് ഇറ്റ്സ് മീ ഡാംബോയ് ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രശ്നേഷിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തുടക്കം ഇട്ടുകൊണ്ടുള്ള ഒരു ഷോർട്സ് വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ആൻഡ് അതിനുശേഷം നമ്മുടെ പ്രശ്നേഷ് എന്താണ് വീട്ടിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പുള്ളിക്കാരനിട്ട ഒരു ഷോർട്സ് കണ്ടു. അതിനുശേഷം വീട്ടിലൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നാട്ടുകാരൻ പ്രശ്നേഷിന്റെ വാക്കിൽ പറഞ്ഞാൽ ഗുണ്ടികളിൽ ആരോ അയച്ചു കൊടുത്തൊരു മെസ്സേജും നമ്മുടെ സീക്രട്ട് ഏജന്റിന് അയച്ചു കൊടുത്തൊരു മെസ്സേജാണ് ഞാൻ വായിച്ചത്. അതിനുശേഷം വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തായാലും ഒരു 4 ദിവസമായി, ഭയങ്കര ലേറ്റ് ആണെന്ന് അറിയാം. എന്നാലും റിയാക്ട് ചെയ്ത് വെറുതെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഗൈസ്. ഓൾറെഡി ട്രോളും കാര്യങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് വീട്ടിൽ ഞാൻ പ്രശ്നേഷായിരുന്നു. അതായത് എൻ്റെ അമ്മയ്ക്കും പെങ്ങൾക്കും അവർ സേഫ്റ്റിക്ക് വേണ്ടി ആ ഒരു സൈഡിലോട്ട് മാറി. നിങ്ങൾ വീഡിയോസ് ഒക്കെ നോക്കിയാലും മനസ്സിലാവും. ട്രോളൊക്കെ വന്ന സമയത്താണ് അവർ കംപ്ലീറ്റ് ആയിട്ടും എന്ന് വെച്ചാൽ ട്രോള് വരാനുള്ള സാനിറ്റൈസറോ അല്ലെങ്കിൽ ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്നതോ ആയിട്ടുള്ള വീഡിയോസ് അല്ലാത്ത വീഡിയോസിന് പോലും അവർ മാറിയിരിക്കുന്നു. എനിക്ക് വീഡിയോ എടുത്തരാൻ പോലും എൻ്റെ അമ്മ പോലും പറ്റില്ലായിരുന്നു. ഞാൻ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഓക്കെ, ആ സമയത്ത് അവർ വരണ്ട, അവർ സേഫ്റ്റി നോക്കുമല്ലേ, സേഫ്റ്റി നോക്കട്ടെ, നല്ല കാര്യം. ഇപ്പോൾ നമ്മളെ സേഫ്റ്റി നോക്കില്ല, നമ്മുടെ ജോലി പോലെയാണ് ഇതിനെടുക്കുന്നത്. അവർ സേഫ്റ്റി നോക്കുന്നത് നല്ല കാര്യം നോക്കാം. അപ്പോൾ എൻ്റെ ജോലികൾ മാത്രമുള്ളായിരുന്നു വീഡിയോ എടുക്കാനും എഡിറ്റാനൊക്കെ ആയിട്ട്. പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലെ കംഫർട്ടബിൾ ആയിരിക്കണമെന്നില്ലല്ലോ. ഒരു സമയത്ത് വീഡിയോസിൽ ഫുള്ള് പ്രോബ്ലംസ് എല്ലാം ഒരുമാതിരി ഇറിറ്റേറ്റിംഗ് ടൈപ്പായിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അങ്ങമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് ചെയ്തിരുന്നത്. അപ്പോൾ ചിലപ്പോൾ അവർക്കതിന് താല്പര്യം കാണില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. ഇപ്പോൾ ഇത്ര നാൾ വീഡിയോയിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോസിൽ പിന്നീട് അങ്ങോട്ട് വരാൻ അവർക്ക് താല്പര്യം കാണില്ല. അവർക്ക് ഇങ്ങനെ ട്രോളുകൾ വാങ്ങാൻ താല്പര്യം കാണില്ല. അതുകൊണ്ടാവും അവർ വരാതിരുന്നത്. അത് അവരുടെ ചോയ്സാണ്. അതിന് വലിയ കുറ്റമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഈ കൂട്ടുകാരന്മാരെയാണ് വീട്ടുകാർ കൊണ്ടുവരുന്ന പറഞ്ഞത്. അതിലോട്ട് ഞാൻ പറയാം എങ്ങനെയാണെന്ന് പറയാം. അതുപോലെ കുറച്ച് ഡയലോഗൊക്കെ അടിച്ചായിരുന്നു. അതായത് കുപ്പിയുടെ പുറത്ത് സാനിറ്റൈസ് ചെയ്യേണ്ട കാര്യം എന്താ, മറ്റൊരു മറിച്ചെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് എന്തിനാ ചെയ്യിച്ചെന്ന് ഇവളൊക്കെ ചോദിച്ചു. അതേ ഉള്ളൂ, എന്റെ തീരുമാനങ്ങളാണ് എന്റെ ആക്ഷൻസ് എന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ എന്നോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു ഇവൾക്ക് എന്ത് കാര്യത്തിന് അനാവശ്യമായിട്ടുള്ള സംസാരിക്കുന്നത്, എനിക്ക് സംസാരിക്കും. അല്ലെങ്കിലും ഇവ എന്തെങ്കിലും ചെയ്താലും എല്ലാവരും എന്നോടാ ചോദിക്കുന്നത്. അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി നൈസായിട്ട് ഗ്രീൻ ഹൗസിൽ ഫുൾ ആയിട്ട് മാറി. എന്നോട് നമ്മൾ പറയുകയും ചെയ്തായിരുന്നു, നീ വരാൻ കാത്തിരിക്കായിരുന്നു, നൈസായിട്ട് എസ്കേപ്പ് അടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. നമ്മൾ ഇന്നവരെ ഗ്രീൻ ഹൗസിൽ നിർത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നിർബന്ധിക്കാൻ പോയിട്ടില്ല. അതുവരെ നിന്നതിനുള്ള പണിക്കാശും ലാഭവിഹിതവും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കിട്ടുന്ന ലാഭം കേട്ടോ, അല്ല ഇല്ലാത്ത ലാഭം എങ്ങനെ കൊടുക്കുന്നത്. അതുപോലെ അമ്മയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ കാര്യങ്ങൾ അവൾ നോക്കിയോളാണ് പറയുന്നത്. അമ്മ ഫുൾ ആയിട്ട് അതിൽ മാറി. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ എനിക്കിപ്പോൾ ഒരു നേരെയോട് വാരത്തിരിക്കുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. എന്ന് വെച്ചാൽ ഞങ്ങളത് റൊമാൻസ് കാണിക്കുന്നതല്ല. ഞാനിപ്പോൾ എഡിറ്റിംഗിലാണെങ്കിലോ അല്ലെങ്കിൽ എനിക്കപ്പം വേറെ എന്തെങ്കിലും ജോലി ഉണ്ട്, ഞാൻ പെരുത്തിരിക്കുവാണ്, ജോലിയിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ അവൾ പറയും ഇച്ചിരിങ്കിലും കഴിക്കും, ഞാൻ വാരത്തരാന്ന് പറയും. അപ്പോൾ ഞാൻ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവൾ വാരത്തരുമ്പോൾ കഴിക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഇവളുടെ വീട്ടിൽ ഇവളുടെ അപ്പച്ചി ഉള്ളപ്പോലെ പോയി പറഞ്ഞിട്ടുണ്ട്. അത് അവന് കൈ പൊങ്ങത്തില്ലെന്ന്, ഭയങ്കര കുഞ്ഞാരാണ്, വാരി കൊടുത്താലേ കഴിക്കത്തുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ വാരി കൊടുക്കുമ്പോൾ പറയുമായിരുന്നു എന്താണ്, ആദ്യമൊക്കെ ഇതൊക്കെ കാണത്തുള്ളൂ, വാരി കൊടുക്കുന്നതൊക്കെ കാണത്തുള്ളൂ, പിന്നെ ഇതൊന്നും കാണത്തില്ല, കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും തന്നെ വരത്തിനൊക്കെ പറയും. ആദ്യത്തെ ഒരു സമയത്തുള്ള കാര്യം മാത്രമാണ് എന്നൊക്കെ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് മൈൻഡ് ചെയ്തിട്ടില്ല. നമ്മള് ഒരു വർഷം പിടിച്ചൊന്ന് സിംഗായിട്ട് വരാനായിട്ട് കേട്ടോ. സിംഗായി തുടങ്ങിയപ്പോഴത്തേക്കും വീട്ടിൽ പ്രശ്നം തുടങ്ങി, അമ്മയ്ക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ തുടങ്ങി. അതിന് മുമ്പേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും ഇതിപ്പം കംപ്ലീറ്റ്ലി ഒരു അമ്മയമ്മ വരുമ്പോൾ നാത്തൂൻ പോരിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇതിപ്പം എല്ലാ കുടുംബത്തിലും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത്രയും സ്നേഹിച്ച് കൊണ്ട് നടന്ന അല്ലെങ്കിൽ മോൻ അമ്മ മകൻ ബന്ധം അല്ലെങ്കിൽ സിസ്റ്റർ ബ്രദർ ബന്ധം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത്രയും കൊല്ലം അത്ര ബോണ്ടായിട്ട് കൊണ്ട് നടന്ന റിലേഷൻ്റെ ഇടയ്ക്കോട്ടാണ് ഇപ്പോൾ പുതുതായിട്ടൊരു പുറത്തുനിന്ന് ഒരാൾ വരുന്നത്. അങ്ങനെ ഒരാൾ വന്നു കഴിയുമ്പോൾ ഇവരോടുള്ള സ്വാഭാവികമായിട്ട് ഇവരുടെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റിയിൽ കുറവ് വരും. എന്തായാലും ഇവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുട്ടിയാണല്ലോ. അപ്പോൾ അവളെ നോക്കണം, അവൾക്ക് ഇവരെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവളെ സ്നേഹിക്കണം. ആൻഡ് അപ്പോൾ അങ്ങനെയുള്ളൊരു സാധനം വരുമ്പോൾ എന്തായാലും അമ്മയ്ക്കായാലും സിസ്റ്ററിനായാലും അപ്പോൾ അത്രത്തോളം അറ്റാച്ച്മെൻറ്റ് കാണിച്ച് വന്നിട്ടുള്ളവരാണെങ്കിൽ എന്തായാലും ചെറിയൊരു നീരസം, വിഷമം, പൊസസീവ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ദേഷ്യം കാര്യങ്ങളൊക്കെ എന്തായാലും വരും. ആൻഡ് ഇവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം കേട്ടിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എന്ത് കാര്യം നടന്നെന്ന് പറഞ്ഞാലും അതിന് അതായത് ഇവർ ഇതുകൊണ്ടാണ് ചെയ്തത്, മറ്റ് നടന്ന പ്രശ്നം കൊണ്ട് അത് മനസ്സിൽ വെച്ച് മാത്രം ചെയ്യുന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പിന്നീടുള്ള നടക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് പ്രശ്നം വലുതാക്കിക്കൊണ്ട് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഭർത്താവിന് ഭാര്യ വാരി കൊടുത്തു എന്നതിന് പറഞ്ഞ് അമ്മ ഇങ്ങനെ അതിനൊക്കെ പ്രശ്നം ഉണ്ടാക്കുക, ഭാര്യ വാരി കൊടുക്കുന്ന ഒരു തെറ്റൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു അങ്ങനെ ഒരു അമ്മ വരുമ്പോൾ നാത്തൂൻ പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ ആടെ കൂടെ കിച്ചണിലൂടെ ഇരുത്തത്തില്ലായിരുന്നു. അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അമ്മയല്ലേ, കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ അനിയത്തിലൂടെ പുറകിലിരിക്കും, അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങി. ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട്, കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്ക് അതുകൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കില്ലെന്ന്. ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയല്ല,
കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത്. അവൻ ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എന്നോട് ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്യൂർലി ആ ഒരു ലൈനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിസ്സാരമായിട്ടുള്ള കാറിന്റെ സീറ്റിന്റെ വരെ കാര്യത്തിൽ വഴക്കുണ്ടാക്കുമ്പോൾ അത് ചിന്തിക്കുക. സ്വന്തം മോനും മരുമോളും ഒക്കെ അല്ലേ അമ്മയുടെ സാധനം കൈയിറക്കിയിട്ട് വെക്കുന്നത് കിട്ടാനാണ് അവൻ പറഞ്ഞിട്ടാണ് അങ്ങനെ കയറിയിരുന്നെങ്കിലും പൊതുവെ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ടേ അവർ എന്താണ് മകനെ കുറ്റം പറയില്ല. എല്ലാ കുറ്റവും എല്ലാത്തിൻ്റെയും കാരണം എല്ലാം കൂടെ മരുമോളുടെ തലയിലേക്കായിരിക്കും കൊണ്ടുപോയിടുന്നത്. സാധാരണമാണ് ഈ ഇതിന്റെ കമന്റ് സെക്ഷനിൽ തന്നെ ഒരാൾ പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടു, ഇങ്ങനെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞല്ലേ, ഇവര് തമ്മിലുള്ള ആ ഒരു പൊസസീവ്നെസ് അത്ര അറ്റാച്ച്ഡ് ആയിട്ട് കൊണ്ട് നടന്ന മോൻ പിന്നീട് മറ്റൊരാളുടെ ഇങ്ങനെ സ്നേഹമൊക്കെ കാണിക്കുമ്പോൾ ഇവരോടുള്ള അറ്റാച്ച്മെന്റ് കുറയുമ്പോൾ സംഭവിക്കുന്ന വിഷയങ്ങളാണ് ഈ നടന്നു പോകുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ ട്രോളൊക്കെ തുടങ്ങി. വീട്ടുകാർ എൻ്റെ അമ്മ ഭയങ്കര സോഷ്യൽ മീഡിയ ഇങ്ങനെ കണ്ട് ഈ ഭയങ്കര തിയേറ്ററേറ്റ് സാധനങ്ങളൊക്കെ കണ്ടിരിക്കുന്ന ടൈപ്പാണ്. അതായത് ഈ കുശുമ്പ് ചെറ്റകളുടെ വീഡിയോസ് ട്രോളോളിന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാളും താഴേക്കിടയിലുള്ള അലന്ന വീഡിയോസ് ഒക്കെ കാണും. അമ്മ കാണുന്ന മാത്രമല്ല, അതിലെ കമന്റ്സ് ഞങ്ങളോട് വന്ന് പറഞ്ഞു ഞങ്ങളെ കൂടെ ബുദ്ധിമുട്ടിപ്പിക്കുകയായിരുന്നു. അപ്പൊ എനിക്കൊന്ന് അങ്ങനെയൊക്കെ ആയിരിക്കും പുള്ളിക്കാർ മാനിപ്പുലേറ്റഡ് ആയി തുടങ്ങിയത്. അതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത്? ഓരോരുത്തർ എന്ത് കാണണം എന്നൊക്കെ അവരുടെ ചോയ്സാണ്. അതിപ്പോൾ യൂട്യൂബിൽ ഇപ്പോൾ എന്താണ് ഇല്ലാത്തത്, എന്തെല്ലാം കാരണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ വീട്ടിലും വൈകുന്നേരങ്ങളിൽ കാണുന്ന സീരിയൽ അതിനകത്ത് എന്താ നടക്കുന്നത്? എല്ലാം ഇത് തന്നെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടി വഴക്ക് കുശുമ്പ് ഇതൊക്കെ തന്നെയാണ് വൈകിട്ട് സീരിയലും കാണുന്നത് ആളുകൾ. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും വിഷയം റിലേറ്റഡ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയൂ. അമ്മ യൂട്യൂബിൽ കാണുന്ന വീഡിയോസിന്റെ കമന്റിനെ പറ്റിയൊക്കെ ഇവിടെ പറയുന്നത് എന്തിനാ? അനിയത്തി അവളുടെ സേഫ്റ്റി നോക്കിയാണ്. അപ്പൊ അങ്ങനെ കുറെ കൂടെ വന്നപ്പോഴത്തേക്കും മുന്നോട്ട് വന്നപ്പോഴത്തേക്കും അനിയത്തി പണിക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ല, അവൾ പഠിക്കാൻ നോക്കുന്നില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പോഴത്തെ കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷൻ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ കാര്യങ്ങൾ, അതായത് അവർക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പം അവളെയും കൊണ്ട് ആശുപത്രി പോയി. ആശുപത്രി കാണിച്ച് ഡോക്ടറെ കൊണ്ട് പറയിച്ചത് അത് വിടണമെന്ന്. വല്ല അറിയാവുന്ന കാര്യമാണ്, ഇതൊക്കെ തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ട് പോലില്ല. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തുന്ന ഓക്കെ ശരി ആയിക്കോട്ടെ, അവളെ ഒരെണ്ണം ഡീൽ അപ്പൊ അത് തീരുന്നതിന് മുന്നേ അടുത്ത സെറ്റ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം. പക്ഷെ അവനവന്റെ കാര്യം ഞാൻ അത്രയും അതെ, ഇത് എന്തിനാണ് ഇവിടെ പറയുന്നത്? സ്വന്തം അനിയത്തി ഇപ്പോൾ ഒരാൾക്കൊരു ഇപ്പോൾ ഒരു റിലേഷൻ പോയി കഴിഞ്ഞപ്പോൾ അടുത്ത റിലേഷൻ ഇപ്പൊ ഇത്ര നാൾ കഴിഞ്ഞ് ആകാവുന്നൊക്കെ ഉണ്ടോ? ഉടനെ തന്നെ അടുത്ത റിലേഷനിൽ പോവാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് വർഷങ്ങൾ എടുത്തെന്ന് വരും, ചിലർക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ കാര്യമല്ലേ. ഇതൊക്കെ എന്തിനാണ് ഇവിടെ നാട്ടുകാരെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് അവളെ മോശക്കാരിയായിട്ട് ചിത്രീകരിക്കണോ? അതിനു വേണ്ടിയാണോ ഇങ്ങനെ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ നിന്റെ ഭാര്യയോട് ചെയ്ത കാര്യങ്ങൾ, വഴക്കിട്ട കാര്യങ്ങൾ അതൊക്കെ പറയുക. അല്ലാതെ ഇങ്ങനെ അവർക്ക് അഫെയർ ഉണ്ടായിരുന്നു അതുകൊണ്ട് മോശക്കാരിയാണ് അതായെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആളുകളുടെ മുന്നിൽ അവളെ മോശക്കാരിയാക്കുന്ന അതെനിക്ക് ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഒരു റിലേഷൻ കഴിഞ്ഞ് അടുത്ത റിലേഷനിൽ പോകണോ വേണ്ടോ എന്നൊക്കെ. അങ്ങനെ അതൊക്കെ എന്തിനാണ് ഇവിടെ വലിച്ചടിക്കുന്നത്? അടുത്ത സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം തഴയുന്നു. അപ്പൊ ഇതിനൊക്കെ ഓഫ്കോഴ്സ് ഭാവിയിൽ ഏടുകൾ വരും. അപ്പൊ അവർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്, അവളെ ബാധിക്കുമ്പോൾ അത് നമുക്കും കൂടെ, നമ്മുടെ ഫാമിലിയിലൊക്കെ ബാധിക്കുന്നത്. അപ്പം പറയുന്നു ഇതൊക്കെ ഭാവിയിൽ അവരെയും ബാധിക്കും എന്ന് പറയുന്നു. ഇത്ര നാൾ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന കാര്യം ഇപ്പം ലക്ഷക്കണക്കിന് ഈ വീഡിയോ തന്നെ ഇപ്പോൾ 2-2.5 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. നാട്ടുകാരെല്ലാം അറിയിച്ച് നീ തന്നെയല്ലേ അത് നിന്നെയും കൂടെ ബാധിക്കുന്ന പോലെ ആക്കിയത് നീ തന്നെയല്ലേ? എന്തിനാണ് ഇത്ര ആളുകൾ ഇത് അറിയിച്ചത്? വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആകെ നിങ്ങളുടെ ഫാമിലി മാത്രം അറിയുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, നീ നിന്റെ ഇഷ്ടമുള്ള രീതി ജീവിച്ചോ, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് നമുക്ക് ഇടേണ്ട കാര്യമില്ല. പക്ഷേ നിന്റെ കയ്യിൽ ഒരു വരുമാന മാർഗ്ഗം, ഒരു സ്കിൽ സെറ്റ് വേണം. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് ഒരു രാജകുമാരൻ വന്നിട്ട് രക്ഷിച്ചോണ്ട് പോകുന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതല്ല ശാശ്വതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായി എന്നോട് മിണ്ടാതിരിക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ അങ്ങോട്ട് പറ്റിയപ്പോൾ എന്നിട്ട് മാക്സിമം പറഞ്ഞു കൊടുക്കുമായിരുന്നു. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി സ്വന്തം കാലിൽ നിൽക്കി, നിന്റേതായ ഒരു കഴിവ് വളർത്തി, നിന്റേതായ ഒരു സ്പേസ് ഉണ്ടാക്കി. ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഞാൻ എപ്പോഴും പറയും സോഷ്യൽ മീഡിയ ആവണമെന്നില്ല. സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, വേറെ എന്ത് ഫീൽഡിലും ആയിക്കോട്ടെ, നിന്റേതായ ഒരു ബ്രാൻഡിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഗ്രീൻ ഹൗസിനെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന മാക്സിമം ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് ഗ്രീൻ ഹൗസിന്റെ സോഷ്യൽ മീഡിയ വെച്ചും അതുപോലെ എന്റെ കയ്യിലുള്ള പൈസ വെച്ച് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴൊക്കെയാണെങ്കിൽ അവളൊരു പുച്ഛിച്ചു തഴച്ചാണ് മുഖത്ത്. അവൻ പറഞ്ഞത് കാര്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും സിസ്റ്ററോടെ ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ സിസ്റ്ററോടെ ജോലിക്ക് പോയിട്ട് ഇൻകം സോഴ്സ് വരികയാണെങ്കിൽ അവർക്ക് അത് അത്രയും ഹെൽപ്ഫുൾ ആണ്. അപ്പൊ എന്നിട്ട് ഞാൻ പറഞ്ഞു എന്റെ അനിയത്തിയല്ലേ, എന്റെ വീട്ടിൽ എന്റെ അനിയത്തിയല്ലേ എന്ന് ഓർത്തിട്ടാണ് ഞാൻ അത്രയും പറ്റിയ പോലെ പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കിയത്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ആയപ്പോൾ പറഞ്ഞു, ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല, വീട്ടിലുള്ള ചെലവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും, അതിനകത്ത് നിന്റെ ചെലവുകൾ ഉൾപ്പെടും. അതല്ല അത് ഇത്രയും കാലം എങ്ങനെയാണോ കൊണ്ടുപോയത്, അച്ഛൻ ഡേച്ച് പോയപ്പോൾ തൊട്ട് കൊണ്ടുപോയ രീതിയിൽ തന്നെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോയി ഞങ്ങൾ പറഞ്ഞത് മാക്സിമം. പക്ഷേ കോസ്മെറ്റിക്സ് അതുപോലെ തന്നെ കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒക്കേഷൻസിനും ഒക്കെ ആയിട്ടുള്ള ചെലവുകൾ ഞാൻ കട്ട് ചെയ്യും. കാരണം നിന്റെ കയ്യിൽ ഗ്രീൻ ഹൗസിന് ഇപ്പോൾ തന്നിട്ടുള്ള പൈസ ഉണ്ട്, അവർക്കൊന്നും പൈസ കൊടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിൽ ഞാൻ സ്ക്രീൻഷോട്ട്സ് വേണേൽ കാണിക്കാം. ഇവിടെ ലാസ്റ്റ് കൊടുത്തത് 3,000 രൂപ അവള് ഗ്രീൻ ഹൗസിന്റെ കമ്പനിയിൽ ഇട്ടത് തിരിച്ചു കൊടുത്തു. അല്ലാണ്ട് ലാഭം ഇതൊക്കെ ആയിട്ട് കൊടുത്തതും മണിക്കാശായിട്ട് കൊടുത്തതും ഒക്കെ കുറെ ഉണ്ട്. ഈ 3,000 കൊടുത്തത് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. അപ്പൊ അത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിന്റെ കാര്യം നീ നോക്കണം. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ കോസ്മെറ്റിക്സ്, ഡ്രസ്സ്, അങ്ങനെയുള്ള എന്തെങ്കിലും എക്സ്ട്രാ ലേഷർ ആക്ടിവിറ്റീസ്. അല്ലാണ്ട് വീട്ടിലോട്ട് അവൾ ഉൾപ്പെടെ എന്റെ വീട്ടിലെ അംഗങ്ങളാണ്. അപ്പൊ എല്ലാവർക്കുള്ള കാര്യങ്ങൾ ഞാനാണ് ചെയ്യുന്നത്, അത് ഞാൻ ചെയ്യും. ബാക്കി നിന്റെ കാര്യമാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ദേഷ്യമായി പോയി. അതായത് നമ്മൾ എക്സ്ട്രാ കൊടുത്തോടുന്ന കാര്യങ്ങൾ എനിക്ക് കിട്ടൂല എന്നുള്ളപ്പോഴത്തേക്കും ഭയങ്കര കലിപ്പായി പോയി. അങ്ങനെ ഒട്ടും മിണ്ടത്തില്ല, ഒരു വൈരാഗ്യം പോലെ നമ്മൾ നോക്കത്തില്ല. ഓക്കെ, ഒരു കുഴപ്പമില്ല, എന്നെ ആരും എപ്പോഴും വേണ്ടി ഇഷ്ടപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഈ വാശിക്കിന്റെ രക്ഷപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ച്
അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ഒരു സമയം ചോദിച്ചു. അമ്മ ഇടയ്ക്ക് ചുമ്മാ പറയുമായിരുന്നു. അമ്മയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത് എന്തുകൊണ്ടാണ് അവളോട് അങ്ങനെ പറയുന്നത്. അവള് സെൽഫായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടട്ടെ, അവൾക്ക് അവളുടേതായ ഏണിങ്സ് ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തത്. അല്ലാതെ അവളെ ഉപേക്ഷിക്കുകയോ അവളുടെ കാര്യം ഒന്നും നോക്കത്തില്ലെന്നോ ഒന്നും അല്ലെന്ന് ഇവൻ ക്ലിയർ ആയിട്ട് അമ്മയോട് പറഞ്ഞു. അപ്പം അമ്മയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇതിപ്പോ എല്ലാം കറങ്ങി തിരിഞ്ഞ് ഇവളുടെ തലയിൽ തന്നെ വരും. ഇവള് ഇവനെ കൊണ്ട് പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ് ഇവള് കാരണമാണ് ഇവൻ ഇതെല്ലാം പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവസാനം കറങ്ങി തിരിഞ്ഞ് ഇവളുടെ തലയിൽ തന്നെ വരും. അതായത് ഒരു അഫയറിന്റെ പുറത്ത് അടുത്ത അഫയർ സെറ്റാക്കി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളെ കുറിച്ച് അമ്മ പറഞ്ഞതാണ്. ഞാൻ അവിടെ എങ്ങനെ ഉപേക്ഷിക്കുന്ന അവർക്ക് ഡിപ്രഷൻ വന്നാലാണ്. ഞാൻ എന്റെ പൊന്നമ്മ ഇതിന്റെ ഇടയിൽ കിടന്ന് നെറ്റോട്ട് കൊടുന്ന് എനിക്ക് അങ്ങനെ ഡിപ്രഷൻ വരാണ്ടിരിക്കുന്ന ഒന്നാമത് മനുഷ്യൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് മുക്കറായിട്ടുള്ള ഓട്ടമാണ്. എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അമ്മച്ചിക്ക് കൊളസ്ട്രോൾ ഫാറ്റി ലിവർ ഉണ്ട്. അങ്ങനെ ചെലവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, വൃത്തിയുടെ ചെലവുകളാണ്. അപ്പോൾ വൃത്തിയുടെ വെച്ചാൽ കാരണങ്ങളല്ല പറയുന്നത്, ചെലവ് നമുക്ക് വരവിനേക്കാളും ചെലവാണ്, നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ കിടന്ന് ഓടുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ഡിപ്രഷൻ വരാണ്ടിരിക്കുന്നത്? ഇപ്പോൾ അവളെ അമ്മച്ചി ഉപേക്ഷിക്കാനോ ഒന്നുമല്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്റെ അമ്മയെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ട് ആണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അത് സത്യമായിട്ടോ. പല ആണുങ്ങളെ വീട്ടിലെ ആണുങ്ങൾ അല്ലെങ്കിൽ വീട് നോക്കുന്ന ആള് അവരെ പറ്റി ആരും അങ്ങോട്ട് ചിന്തിക്കാറില്ല. അവരുടെ മാനസികാവസ്ഥ എന്താണ്, ഇവനിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് വീടൊക്കെ നോക്കുന്നുണ്ട്, അപ്പൊ അവന്റെ മാനസികാവസ്ഥ എന്താണ്, അവൻ എന്തുകൊണ്ടാണ്. അപ്പം അവൻ പറയുന്നുണ്ട് ഇവൻ അത്രയും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, ഇവൻ അത്രയും കഷ്ടപ്പെടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഇവൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവർ മനസ്സിലാക്കണമെന്നില്ല. ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും സംഭവിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവർക്ക് മെന്റലി അവർ ഓക്കെ ആണോ എന്നൊന്നും ആരും ചിന്തിക്കില്ല. ഇവർ ഓക്കെ ആണ് എന്നുള്ള അസംഷനിൽ ആണ് അങ്ങ് ജീവിക്കും. ആണുങ്ങൾക്കും ഈ ഡിപ്രഷന് സാധനങ്ങളൊക്കെ വരാം, ഇങ്ങനെ ഡിപ്രഷനും സാധനങ്ങളൊക്കെ വരാം, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല. അപ്പോൾ എല്ലാവരുടെയും മെന്റൽ ഹെൽത്ത് എപ്പോഴും ഓക്കെ ആണോന്നൊന്നുമില്ല. ഓൾറെഡി വീട്ടിൽ ഇതൊക്കെ കൊണ്ടാണ് പോയത്. അമ്മയാണെങ്കിൽ ഓൾറെഡി നാട്ടിലോടൊപ്പം പറയുമായിരുന്നു, നീ എച്ചി കണക്ക് പറയലടാ, ഇന്ന് കണക്ക് പറയലടാ, എച്ചി കണക്ക് പറയലടാ. ഞാൻ തിന്നുന്നതിന് ഇന്ന കണക്കാണ് ഞാൻ പറഞ്ഞത് ജിന്ദിക്കല് നീ സ്വന്തമായിട്ട് നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ബേസിക് ആയിട്ട് എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഫുഡിന്റെ കാര്യത്തിലൊന്നും ഞാൻ കണക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഫുഡിന്റെ കാര്യം കണക്ക് പറഞ്ഞതാക്കി. അങ്ങനെ ആക്കി അത് കൺവേർട്ട് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ പോയിട്ട് വന്നപ്പോഴത്തേക്കും അതുവരെ കണ്ടമ്മയില്ല, കുറെ കൂടെ എന്തോ ഒരു കലിപ്പ് വൈരാഗ്യം ഒരു പക വെച്ചിട്ട് പെരുമാറുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ പിന്നെ അത് അമ്മയും മോളും തമ്മിൽ സംസാരിച്ച് അങ്ങനെ ആയിട്ടുള്ളതാണ്. അത് വിഷയമുള്ള കാര്യമില്ലാന്ന് വെച്ചാൽ ഞാനതിൽ എന്ത് പറയാൻ പറ്റുന്നതിന് മാക്സിമം ഒരു തീപ്പൊരി മതി എല്ലാ ആളിക്കത്താന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നു, സാധനം ഞാൻ നേരത്തെ പറഞ്ഞാണ്, ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, എന്തെങ്കിലും ഒരു സാധനത്തിൽ തുടങ്ങും, പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ മൊത്തം എന്ത് കാര്യം നടന്നാലും അതിനെ അസോസിയേറ്റ് ചെയ്ത് അതെല്ലാം കൂടെ കൂട്ടി ഒരു വലിയൊരു വിഷയമായിട്ട് കൊണ്ടുപോകാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം മറ്റു വിഷയങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കാര്യമായിരിക്കും പിന്നീട് നടക്കുന്നത്. പിന്നീട് പറയുന്ന കാര്യങ്ങളും ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് എല്ലാം കണക്ട് ചെയ്ത് അങ്ങ് എവിടെയോ ഏതോ യൂണിവേഴ്സിൽ എത്തിക്കുന്നുണ്ട്. ഇത് ഒന്നും ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പഠിക്കാൻ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിക്കോട്ടെ. അപ്പോൾ വിഷുവിന് മുമ്പായിട്ട് അമ്മ പറഞ്ഞ് ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കണം പറഞ്ഞു. ഞാൻ ഓൾറെഡി അവൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഡ്രസ്സ് ഒന്നും എടുത്ത് കൊടുക്കാൻ പോകില്ല എന്നുള്ളത്. പിന്നെ ഞാനും ഡ്രസ്സ് എടുക്കുന്നില്ല, രശ്മിക്ക് ഡ്രസ്സ് എടുക്കുന്നില്ല, ചിഞ്ചുവിന് ഡ്രസ്സ് എടുത്ത് കൊടുക്കത്തില്ല, അല്ലിക്ക് എടുത്ത് കൊടുക്കാം, അമ്മച്ചിക്ക് ഡ്രസ്സ് എടുത്ത് തരും. അതുപോലെ അല്ലിക്ക് എന്തോ ചെയ്യണോ അത് ഞാൻ ചെയ്യും. അത്ര അല്ലി വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. അപ്പം അവൾ വീട്ടിലാങ്കാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഭയങ്കരമായിട്ട് ട്രിഗറായി. നീ എന്തോ അടച്ചു കാണിക്കുന്നത്, അല്ല കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആളങ്ങ് അമ്മയും പെങ്ങളെ കല്യാണം കഴിഞ്ഞപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്തവനായി. എന്തുകൊണ്ട് എന്നാലും പട്ടിക്ക് വരെ ഡ്രസ്സ് മേടിച്ചു കൊടുക്കും, പക്ഷെ അനിയത്തിക്ക് മേടിച്ചു കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് മോശം കേട്ടോ. അതുകൂടെ മേടിച്ചു കൊടുക്കായിരുന്നു, ഒരു വിഷു ഒക്കെ അല്ലേ, ഒരു എക്സെപ്ഷൻ കൊടുക്കായിരുന്നു. ഇനി മേടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞതിൽ വിഷു അല്ലേ, വിഷുവൊക്കെ ആയപ്പോൾ പട്ടിക്ക് വരെ മേടിച്ചു കൊടുക്കുമ്പോൾ എന്തായാലും അനിയത്തിക്ക് മേടിച്ചു കൊടുക്കായിരുന്നു. അവിടെയും അതാ കൊച്ചിൻ്റെ തലയിൽ തന്നെ, ഭാര്യയുടെ തലയിൽ തന്നെ പോയി വീണിട്ടുണ്ട്. കല്യാണം കഴിച്ചത് കൊണ്ടാണ് വനീരെ മാറിയതൊക്കെ. ഇവളെന്താ ചെയ്തേ? അതെ, എന്നിട്ട് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചു, അങ്ങനെ ആ പോയിന്റ്സ് വെളിയിൽ നിന്ന് ഫുഡ് മേടിച്ചെത്തില്ല, കാറിൽ കറങ്ങാൻ കൊണ്ടുപോകത്തില്ല, ഫ്രണ്ട് സീറ്റിൽ ഇരുത്തത്തില്ല. ഇവളെ കൊണ്ട് കറങ്ങാൻ പോകുന്നത്. അനിയത്തിക്ക് ഇപ്പം ഭക്ഷണം കൊടുക്കുന്നതിൽ പോലും കണക്കാണ്. ആ കണക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ, അതിൽ പോലും കണക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം അവളുടെ തലയിൽ തന്നെ. ഇവനെന്ത് കാണിച്ചാലും എന്ത് വഴക്കുണ്ടാക്കിയാലും അവസാനം അത് അവളുടെ തലയിൽ തന്നെ വന്ന് പതിയുന്നുണ്ട്. എന്താ ചെയ്യുക? സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ചിഞ്ചുനിക്ക് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറയുന്നത് എനിക്ക് അത് ഉപേക്ഷിക്കാൻ പറ്റുമോ, അവർക്ക് ഒരു ഡിപ്രഷൻ ഞാൻ ചെയ്യും. നമ്മൾ ഉപേക്ഷിക്കാൻ ഞാൻ പറയില്ല, പക്ഷെ ഞാൻ ചെയ്യുന്നതിന് അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇങ്ങനെ കാണുന്നത് എന്തിനാണ്? ഞാൻ അമ്മച്ചിയുടെ മോനല്ലേ. അത് കൂടുതലുള്ളവരെ ഇങ്ങനെ മോശമായിട്ട് പോകുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്ത് മോശത്തിലേക്ക് വിടുവാണോ ചെയ്യേണ്ടത്? നമ്മൾ ഡ്രസ്സ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നുണ്ടല്ലോ, നിന്റെ ഭാര്യയ്ക്ക് നീ എപ്പോഴും ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെയാണ്. ഭാര്യയ്ക്കും എനിക്കും ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ഡ്രസ്സ് എടുക്കുന്ന വല്ലപ്പോഴും നമുക്കിപ്പം ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം എനിക്ക് എത്ര ജോലി ഡ്രസ്സ് ഉണ്ടെന്നുള്ളത്. ഇതൊക്കെ ഒരു പരുവായി കഴിയുമ്പോൾ നമ്മുടെ ജോലി വീഡിയോ എടുക്കൽ ഇപ്പോൾ നമ്മുടെ ജോലി തന്നെയാണ്. കാരണം വർക്കിൽ നിന്ന് വരുന്ന വരുമാനം പോലെ ഇതിൽ നിന്നാണ് ഇപ്പോൾ മെയിൻ വരുമാനം വരുന്നത്. വർക്കിന്റെ അളവ് കുറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പം ആരോഗ്യം വെച്ചിട്ട് ഇപ്പൊ എനിക്കുള്ള ആരോഗ്യം വെച്ചിട്ട് എനിക്ക് 30 ദിവസം എനിക്ക് പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പം മാത്രമല്ല വാട്ടർ ടാങ്കിലാണെങ്കിലും 30 ദിവസം പോകാൻ പറ്റില്ല. കൈക്ക് ഓൾറെഡി നല്ല കംപ്ലൈൻസ് ഒക്കെ ഉണ്ട്. പണിക്കാൻ അന്ന് തൊട്ട് പണി എടുത്തിട്ട് കേട്ടോ. അപ്പം
ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ കൺവേ ചെയ്യുമ്പോഴും അമ്മച്ചി ഇങ്ങനെ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് കേൾക്കില്ല, അവിടെ തിരിച്ച് പറയാനുള്ള സാധനങ്ങൾ മാത്രം പറഞ്ഞോണ്ടിരിക്കുക. ലാസ്റ്റ് കല്യാണം കഴിഞ്ഞ് കുറേ ആയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്തുവാ പറയുന്നത്, ഈ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമായാലും ഞങ്ങൾ തമ്മിൽ വഴക്കില്ലാണ്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞ് ഉടനെ മാറിപ്പോകുന്ന അവനായിരുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോഴേ മാറിപ്പോട്ടെ. ഇതിപ്പോൾ 1 വർഷം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പറയുന്നത്. അതിനകത്തും ബേസിക് കാര്യം അമ്മച്ചിക്കും അറിയാം, ചിഞ്ചുവിന്റെ ഈ പോക്കറ്റാണ് ഞാൻ ഈ പറയുന്നതെന്നുള്ളത് അമ്മച്ചിക്ക് അറിയാമെന്ന് പറയുമ്പോഴും അത് ഉൾക്കൊള്ളുന്നില്ല കംപ്ലീറ്റ്ലി. അതായത് എന്താ പറയണ്ട, അവളെ അമ്മച്ചി അങ്ങോട്ട് സ്ഥാപിക്കുക. കല്യാണം കഴിഞ്ഞപ്പോൾ കിച്ചു മാറിപ്പോയി, ഞാൻ ഒന്നെന്തോ മാറ്റി. കാരണം ഇവര് അമ്മയും മക്കളായിട്ടുള്ള പ്രശ്നത്തിൽ ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. ഒരു കാര്യം പോലും അമ്മയോടും പറഞ്ഞിട്ടില്ല, കിച്ചുവിനോടും പറഞ്ഞിട്ടില്ല, ആരുടെ പക്ഷത്തും നിന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ പറയുന്നത് മൊത്തം ഞാനാണ് എല്ലാത്തിനും കാരണം. അതല്ലെങ്കിൽ കിട്ടിയെന്ന പെണ്ണിനായിരിക്കും പ്രശ്നം എന്ന് എനിക്ക് അറിയാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഇത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഇവളുടെയും ഇടയ്ക്കൊക്കെ ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ ഇവർക്ക് ഫീൽ ആകുമ്പോഴും ഇവിടെ ബന്ധത്തില്ല. അപ്പൊ ഞാൻ എല്ലാം ഉള്ളിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ മാനസികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ആരോടും എന്റെ വീട്ടുകാരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഞാൻ ഓർക്കും ഞാൻ പറഞ്ഞതിന്റെ എന്റെ ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറെ ഉള്ളിലൊതുക്കി. കുറെ നാളുകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവനോട് പോലും അതെല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഇത് നിനക്കൊരു കാര്യം ഒരു എന്തോ ആയിട്ടായിക്കോട്ടെ തോന്നുമ്പോൾ അത് നീ അപ്പൊ തന്നെ തിരിച്ച് സംസാരിച്ചു. അതിനകത്ത് നീ ആരും പേടിക്കുകയോ ഒന്നും വേണ്ട കാര്യമില്ല. തിരിച്ച് സംസാരിക്കുന്നതിനകത്ത് നമ്മൾ ഒതുങ്ങുമ്പോഴാണ് അത് ഉള്ളിൽ കിടന്ന് സങ്കടം കൂടുന്നത്. മാത്രമല്ല മറ്റുള്ളവർക്ക് സ്പേസ് കിട്ടും നമ്മളെ കയറി ആക്രമിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള സ്പേസ് കൊടുക്കേണ്ടത്. ഇപ്പൊ അമ്മയായാലും അനിയത്തിയായാലും എന്റെ അമ്മയായാലും എന്റെ അനിയത്തിയായാലും നീ സംസാരിക്കാനോ സംസാരിക്കാൻ വേണ്ടി അവൾ സംസാരിച്ചിട്ടില്ലാത്ത ഒരാളാണ്. അപ്പൊ ലാസ്റ്റ് ഇവളുടെ തന്നെയാണ് ഇതൊക്കെ വന്ന് നിൽക്കുന്നത്. അത് പറഞ്ഞ പോലെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അത് മോനെ കൊന്നിട്ടാണെങ്കിലും മോനെ ശവം വീഴ്ത്തിയിട്ടാണെങ്കിലും മരുമോളുടെ കണ്ണീര് കാണണമെന്നുള്ള കൺസെപ്റ്റാണ് നമുക്കിവിടെ മനസ്സിലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വഴക്കായി അമ്മ എന്തൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ എന്തോ ഇവിടെ ഈ കാട്ടുമുക്കിലാണ് കൊണ്ടിട്ടേക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്, കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുമോ, മോനായി പോലും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. എന്ന് വെച്ചാൽ അവിടെ ഒരു നല്ലൊരു വീട് പണയത്തിന് എടുത്തു കൊടുത്തതിനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ കമ്മിച്ച് പോയി കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മിച്ച് കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പോൾ നിന്നെപ്പോലെ എല്ലാവരും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എൻ്റെ പണി. ഞാൻ പ്രശ്നേഷല്ലാന്ന്, നിന്നെപ്പോലെ പ്രശ്നേഷല്ലാന്ന്, വെറുതെ അതിന് ആൾക്കാർ പ്രശ്നം വിളിക്കുന്നത്. ഞാൻ മിണ്ടിയില്ല. എനിക്ക് നല്ല രീതിയിൽ എനിക്ക് സങ്കടവും ദേഷ്യം ഒക്കെ വന്ന്, പക്ഷെ ഞാൻ മിണ്ടിയില്ല, ഞാൻ ഒരു വാക്ക് മിണ്ടിയില്ല. ഞാൻ എന്നിട്ട് അപ്പുറത്തോട്ട് മാറി റൂമിൽ കയറിയിട്ട് പറഞ്ഞ് ഭക്ഷണം പോലും രാവിലെ കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് നീ അത്യാവശ്യമുള്ള ഡ്രസ്സോ കാര്യങ്ങളൊക്കെ എടുത്തോ, നമുക്ക് 2 ദിവസം വീട്ടിൽ പോയി നിൽക്കാം. കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് നോക്കാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഭക്ഷണം കഴിക്കണ്ടേ, ഇവിടെ മരുന്ന് കഴിക്കുന്നത്, ഇവിടെ പഠനം കിടാൻ പറ്റുമോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഭയങ്കര ബഹളമൊക്കെ വന്നിട്ട് അമ്മ റൂമിൽ വാതിലൊക്കെ വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം കഴിഞ്ഞപ്പോഴെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തോ അമ്മ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത്, അമ്മച്ചിക്ക് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടാണ് ഇത്രയും കലിപ്പ് വരുന്നത്. അമ്മച്ചിക്ക് ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ ആണോ ഞാൻ ചോദിച്ചു. ഡിവോഴ്സ് ചെയ്താൽ പ്രശ്നം തീരുവോ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിവോഴ്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു. അപ്പം പുള്ളിക്കാരിക്ക് പറഞ്ഞ പോലെ പുള്ളിക്കാരിക്ക് ഒരു ദാമ്പത്യം കിട്ടാത്തതിന്റെ ആണ് ഈ കലിപ്പെന്ന് വന്നതില്ലേ, അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടാൻ പറ്റിയ ചോദ്യമാണല്ലോ ചോദിച്ചത്. നല്ല ചോദ്യം. എന്ത് പറയാനാണ് ഇത്, എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഇവൻ അങ്ങനെ ചോദിച്ചു, അമ്മയോട് അങ്ങനെ ചോദിച്ചു എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ചിലപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഇതിപ്പോൾ ദേഷ്യം വന്നാൽ നമ്മളെ തന്നെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. നമ്മളിപ്പം ദേഷ്യം വന്നു കഴിയുമ്പോൾ എന്തൊക്കെ പറയും, എന്തൊക്കെ ചെയ്യും, ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല. റായിന്ന് എന്താണ് വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മയമ്മ മരുമ്പോൾ അങ്ങനത്തെ ഒരു മരുമ്പോൾ അടി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ നടക്കുന്നത്. അത് അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളവർക്ക് ശരിക്കും മനസ്സിലാവും എത്രത്തോളം സീനാണെന്നുള്ളത്. അതിപ്പം അമ്മയും കളയാൻ പറ്റുമോ, ഭാര്യയും കളയാൻ പറ്റുമോ, അങ്ങനെ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്ന് വെള്ളം കുടിക്കുക, അത് മാത്രമേ കൊണ്ട് പറ്റത്തുള്ളൂ. എത്രയാണെന്ന് വെച്ചാൽ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ എന്തായാലും നമുക്ക് കൺട്രോൾ പോകുമല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്ന ചോദ്യമായിട്ടാണ് എനിക്കിപ്പം ഇത്രയൊക്കെ കേട്ടിട്ട് തോന്നുന്നത്. അത് ചോദിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമായിരുന്നു. കാരണം ഇവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഭർത്താവിൽ നിന്ന് നല്ലത്, അതായത് എൻ്റെ അച്ഛനിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് കാര്യങ്ങളാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എന്തൊക്കെ ദുരനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, ഇവൻ എത്രത്തോളം കഷ്ടപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ളൊരു സംഭവങ്ങൾ ഇവൻ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇവൻ അത്രയും അമ്മ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നും സാധനങ്ങളെല്ലാം വീഡിയോസിലൂടെ കാണിച്ചിട്ടുള്ളതാണ്. വഴക്കുണ്ടാകുമ്പോൾ ഇതൊന്നും മൈൻഡിൽ വരില്ല. പണ്ട് ഇത്രത്തോളം ദുരിതനുഭവിച്ചാണെന്നൊന്നും മൈൻഡിൽ വരില്ല. ബട്ട് അവനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കമൻറ്റ് വായിച്ച പോലെ സ്വർണം ചോദിച്ചു, അതിന് തുടർന്ന് വഴക്കുണ്ടായി എന്നൊക്കെയാണ് പറഞ്ഞത്. അമ്മ, ഭാര്യ, പെങ്ങൾ ഇവർ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കങ്ങൾ, കാര്യങ്ങൾ, ചെറിയ ചെറിയ വഴക്കുകളിൽ തുടങ്ങി അത് പിന്നെ വലുതായി പിന്നീട് ഇപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയിൽ വന്ന് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവനിപ്പോൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ആൾക്കാരെല്ലാം ഇവനെതിരെയാണ് കമൻസിലെല്ലാം വരുന്നത്. അതിപ്പോൾ അങ്ങനെ വരും. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞല്ലോ, അത്ര ഇത് വൺ സൈഡായിട്ടായിരിക്കും പോകുന്നത്. അമ്മയുടെ സൈഡിലായിരിക്കും ഫുൾ ആളുകളും ആ സൈഡിലായിരിക്കും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്. അങ്ങനെ തന്നെയാണ് കമൻറ്റ് സെക്ഷൻ കാര്യങ്ങളെല്ലാം. ഇവൻ്റെ അമ്മയും പെങ്ങളുമാണ് കുറ്റം ചെയ്തതെന്ന് ഞാൻ പറയുകയല്ല. പക്ഷെ എന്നാലും ഇവൻ പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ അമ്മയമ്മ പോലെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഹതഭാഗ്യമായിട്ടുള്ള ഭാര്യമാർ ഉണ്ടെങ്കിൽ അവരും താഴെ കമൻറ്റ് ചെയ്യുക.
അതിൻ്റെ ഇടയ്ക്ക് നിന്ന് വട്ടം കറങ്ങുന്ന ആ ആണുങ്ങൾക്ക് ഇല്ലടേ മാനസികാവസ്ഥയൊക്കെ. വഴക്കുണ്ടാകുമ്പോഴെല്ലാം ഭാര്യ കാരണമാണ് ഇങ്ങനെ ആയത്, ഇവൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുമ്പോൾ ഇവന് ഭാര്യയെ ഉപേക്ഷിക്കാൻ പറ്റുമല്ലോ. രണ്ടുപേരെയും എല്ലാവരും ഒരുപോലെ നോക്കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് പൈസയുടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം കൂടെ ആകുമ്പം അവനും കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇവരും മനുഷ്യനല്ലേ, റോബോട്ടൊന്നും അല്ലല്ലോ. ദേഷ്യം വരുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകും. ഇനി ഇതിൻ്റെ ബാക്കി അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവൻ്റെ അമ്മയും ഭാര്യയും, പ്രശ്നേഷിൻ്റെ അമ്മയും ഭാര്യയും, അമ്മയും പെങ്ങളും മറ്റൊരു ചാനലിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നമുക്കിനി നാളെ അത് നോക്കാം, അവരുടെ വേർഷൻ ഓഫ് സ്റ്റോറി എന്താണെന്ന്. പ്രശ്നേഷിൻ്റെ ചാനൽ തന്നെ ഇനിയുണ്ട് 2-3 വീഡിയോസ് റിയാക്ട് ചെയ്യാനായിട്ട്. നമുക്കതെല്ലാം റിയാക്ട് ചെയ്യാം. ആൻഡ് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് സോൾവ് ആവട്ടെ. എല്ലാവരും കമൻസിൽ എല്ലാവരും പറയുന്ന പോലെ പുതിയ ഫോർച്യൂണർ വാങ്ങട്ടെ, വീട് വെക്കട്ടെ എന്നെല്ലാം ഞാൻ ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.